ഹായ്, നമ്മൾക്കിന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയൊന്ന് നോക്കാം. പൊട്ടറ്റയും ബീറ്റ്റൂട്ടും കൂടിയുള്ള മെഴുക്കുവരട്ടിയാണ്. അത് നമുക്ക് പാൻ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു. അതിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ എല്ലായിടത്തും എണ്ണ വരട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളകും ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചിയും ഫ്ലേവറിന് വേണ്ടിയാണ് ഇടുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഫ്ലേവറിന് വേണ്ടിയാണ് ഇഞ്ചിയും ഇതൊക്കെ ഇടുന്നത്. പാനിലേക്ക് ഇട്ട് കൊടുത്തു. അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിയാപ്പിലയും കൂടി ഇട്ടാൽ നമുക്ക് നല്ലൊരു മണം കിട്ടും, ഫ്ലേവറായിരിക്കും, സ്വാദുമായിരിക്കും. അതിലേക്ക് നമുക്ക് കരിയാപ്പില കുറച്ചിട്ട് കൊടുക്കും. ഇളക്കി കൊടുക്കും. ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും പൊട്ടറ്റയും കൂടെ അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കും. എല്ലായിടത്തും മസാലകൾ പിടിക്കാൻ വേണ്ടി നമുക്ക് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം സെയിം ടൈമിൽ. അല്ലെങ്കിൽ പിന്നെ വേകുമ്പോൾ ഇത് തന്നെ എല്ലാം ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഇട്ട് കൊടുക്കാം. മിക്സായിട്ടുണ്ട്. നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. നല്ലതായിട്ട് അത് കളർഫുള്ളായിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോൾ ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. പൊട്ടറ്റ ആയതുകൊണ്ട് കുറച്ച് വേകാൻ സമയമെടുക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ബീറ്റ്റൂട്ടിൽ നല്ല വെള്ളം കണ്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മെൽറ്റായിട്ട് ഇത് ആവശ്യത്തിന് വെന്ത് കിട്ടിക്കൊടുക്കും. ഇത്തിരി മൂക്കുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മൂടി വെക്കാം. അവിടെ നിന്ന് വേകട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇളക്കി കൊടുക്കണമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് കുക്കായി. അതുകൊണ്ട് അടിപൊളി മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. തീ ഇച്ചിരിയും കൂടെ കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇച്ചിരിയും കൂടെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.